മൂലക്കല്ലാമേശുവിനെ നാം തള്ളിക്കളയരുതേ. വീടു പണിക്കാർ നമ്മൾ വെറുതെ വിഡ്ഢികളാവരുതേ. കാറ്റും കോളും വിശറും നീക്കി തീരമണച്ചിടുവാൻ, കാറ്റും കോളും വിശറും നീക്കി തീരമണച്ചിടുവാൻ കരുത്തനായവൻ അമരക്കാരനായി കൂടെ തുഴയുന്നു, കൂടെ തുഴയുന്നു. മൂലക്കല്ലാമേശുവിനെ നാം തള്ളിക്കളയരുതേ. വീടു പണിക്കാർ നമ്മൾ വെറുതെ വിഡ്ഢികളാവരുതേ. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ചിന്താവിഷയമായിട്ട് സങ്കീർത്തനം 118 അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനമാണല്ലോ. കർത്താവ് എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? നല്ല ധൈര്യപൂർവം മനസ്സിലും എല്ലാ മേഖലകളിലും ശക്തമായിട്ട് പറയേണ്ട ഒരു തിരുവചനമാണ് ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. എല്ലാ മേഖലകളെയും ശക്തിപ്പെടുത്തുവാനും അതിനെ അതിജീവിക്കുവാനും വേണ്ടുന്ന ഒരു തിരുവചനമാണ് ദൈവം ഇന്ന് നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഈ വചനം എടുത്ത് ഉപയോഗിക്കുമ്പോൾ അവിടെ ആ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കാര്യം കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെയും ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? അതിലെ 8-ാമത്തെ വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. മൂലക്കല്ല യേശുവിനെ നാം തള്ളിക്കളയരുത്. തള്ളിക്കളയാതിരുന്നാൽ കർത്താവ് നിന്റെ പക്ഷത്തുണ്ട്, നിനക്ക് ഒരു കാര്യത്തിനും ഭയം നീ അറിയുകയില്ല. നീ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് നിന്റെ പക്ഷത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. കർത്താവ് നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ നിനക്ക് ഭയം അറിയുകയില്ല. നമുക്കറിയാം, സങ്കീർത്തനം 27-ന്റെ 1-2 തിരുവചനത്തിലെ ഇപ്രകാരം എഴുതിയിരിക്കുന്നുണ്ട്, കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. അപ്പം കർത്താവ് എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? ഒരു കാര്യത്തിനും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് ഈ ഇരിക്കുന്നവരിൽ മിക്കവരും ആകുലത, ഉത്കണ്ഠകളും ഭയമുള്ളിൽ അതുകൊണ്ട് ആകുലത, ഉത്കണ്ഠകളും വെപ്രാളങ്ങളും പ്രയാസങ്ങളും നിരാശകളും ഒക്കെ കടന്നു വരുന്നത്. കർത്താവ് എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? ഏത് പ്രതികൂല കോള് ആരടിച്ചോട്ടെ, കടൽ ഇളകി മറിഞ്ഞോട്ടെ, കർത്താവ് നിന്റെ പടകിലുണ്ട്. ശക്തനായവൻ നിന്റെ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന ദൈവം നിന്റെ പടകിലുണ്ട്. എങ്കിൽ കർത്താവ് നിന്റെ പക്ഷത്തുണ്ട് എന്ന് നിനക്ക് ബോധ്യമായിട്ടില്ല. അതുകൊണ്ടാണ് നീ എപ്പോഴും പരീക്ഷയിൽ പരാജയപ്പെടുന്നത്. 2 കൊരിന്ത്യർ 13-5 പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷയിൽ പരാജയപ്പെടും. അപ്പൊ എന്റെ പരാജയത്തിനും എന്റെ നിരാശയ്ക്കും എന്റെ ഭയത്തിനും എന്റെ ആകുലതകളും ഉത്കണ്ഠത്തിനും എന്റെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകുന്നത് കർത്താവ് എന്നിലുണ്ട് എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് ഇല്ലാതായി പോകുന്നു. കർത്താവിന്റെ പ്രകാശമാണ്, കർത്താവിന്റെ രക്ഷയാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണെങ്കിൽ ആ കോട്ടയ്ക്കുള്ളിൽ ഒരു ശത്രു നിന്നെ തൊടുക പോലുമില്ല. ഞാൻ ആരെ പേടിക്കണം? കടബാധ്യത ഉണ്ടായിക്കോട്ടെ, രോഗമുണ്ടായിക്കോട്ടെ, ക്യാൻസർ വന്നോട്ടെ, അതും ഇതുമൊക്കെ പീഡനങ്ങളും ക്ലേശങ്ങളും വന്നോട്ടെ, പക്ഷെ കർത്താവിന്റെ കോട്ടയ്ക്കുള്ളിൽ ഒരവനും കയറാൻ പറ്റത്തില്ല. അഥവാ കയറിയിട്ടുണ്ടെങ്കിൽ അവനെ ഇറക്കി വിടുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം. നീ ഭയപ്പെടാതിരുന്നാ മതി. നീ ഭയപ്പെടുന്നത് കൊണ്ട് ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. 2-ാമത്തെ വചനം അതാണ് പറയുന്നത്, എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി നിന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. കാര്യം കർത്താവ് നിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് കർത്താവ് പൊരുതിക്കോളും.
നീ പൊരുതാൻ പോകണ്ട, നീ സംസാരിക്കാൻ പോകണ്ട, നീ മൗനം പാലിച്ചാ മതി. ദൈവം അവിടെ ഇടപെട്ടോളും നിന്റെ കാര്യത്തില്. നീ നിരാശപ്പെടണ്ട, നീ ആത്മഹത്യക്ക് ഒരുങ്ങണ്ട, നീ ജീവിതത്തെ വെറുക്കണ്ട. കർത്താവ് നിന്റെ പക്ഷത്തുണ്ട് എന്ന് നീ ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നീ ആരെയും ഭയപ്പെടണ്ട. ഒരു കാര്യത്തിനും നീ വ്യഗ്രതയും ആകുലതയും ഉണ്ടാകണ്ട. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും. ഇതാണ് ദൈവം ഇന്ന് നമുക്ക് തരുന്ന ആ സന്ദേശം. യെശയ്യായുടെ പുസ്തകത്തില് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. 41-ാം അധ്യായത്തിലെ 10-ാമത്തെ തിരുവചനം വിളിച്ചു പറയുന്നത് നമുക്കറിയാം. അവിടെയും ഈ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവിടെയും ആദ്യം തന്നെ പറയാം, മനുഷ്യ നീ ഭയപ്പെടണ്ട. നിന്റെ ഏത് പ്രശ്നമായിക്കോട്ടെ, ഒന്നും അറിയാൻ മേലാത്ത ഒരു പൊട്ടനല്ല സർവശക്തനായ ദൈവം, സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം. സകലത്തെയും സൃഷ്ടിച്ച് മനുഷ്യന് രൂപം കൊടുത്ത് അവന്റെ ആയുസ് ഇത്ര വരെ ഉണ്ടെന്ന് മുൻകൂട്ടി എഴുതി വെച്ചിരിക്കുക. നിന്റെ ജീവിത രീതികൾ, നിന്റെ ജീവിത പാതകളെ ദൈവം തമ്പുരാൻ വരച്ചു വെച്ചിരിക്കുകയാണ്. ഒരു പദ്ധതിയുണ്ട്. ആ നാശത്തിനുള്ള, ക്ഷേമത്തിനുള്ള മൂലക്കല്ലായി മാറിയാൻ ആ യേശുവിനെ നിങ്ങൾ തള്ളിക്കളയരുത്. നിന്റെ ജീവിതത്തിലെ മൂലക്കല്ലായിട്ട് യേശുവിനെ നീ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, യേശു നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ നീ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ പറയുകയാണ് യെശയ്യാ പ്രവാചകനെ കൂടി, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കണ്ട, ഞാനാണ് നിന്റെ ദൈവം. അത് ഞാനാണ് നിന്നെ സൃഷ്ടിച്ച് രൂപം തന്ന് മെനഞ്ഞെടുത്ത നിനക്ക് ജീവിതത്തെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. ഇത്ര ആയുസുണ്ട് നിനക്ക്. അതിനു മുമ്പ് നീ നിരാശപ്പെട്ട് നിന്റെ ജീവിതം തൊലയ്ക്കണ്ട. ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കണ്ട, ഭയപ്പെടണ്ട, സംഭ്രമിക്കണ്ട, ഞാനാണ് നിന്റെ ദൈവം. വീണ്ടും പറയുകയാണ് ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. ആ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്രോഹിക്കുന്നവരുണ്ടല്ലോ, അവർ ലജ്ജിച്ച് തലതാഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ചൊന്നുമില്ലാതായി മാറും. കാര്യം കർത്താവ് നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, ആരെയും കണ്ടെത്തത്തില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരായി പോകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടണ്ട. ജോർജ് ബ്രദർ അല്ല, ദൈവമാണ് പറയുന്നത് നീ ഭയപ്പെടണ്ടെന്ന്. നിന്റെ ഓരോ അവസ്ഥയിലും ഭയപ്പെടണ്ടെന്ന് എടുത്ത് പറയുക. അങ്ങനെയെങ്കിൽ സങ്കീർത്തനം 23-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, കർത്താവ് നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ കർത്താവ് എൻ്റെ ഇടയനാണ്. കർത്താവ് എൻ്റെ ഇടയനാണെങ്കിൽ കർത്താവ് എന്നെ നയിക്കും. എൻ്റെ എല്ലാ മേഖലകളിലും കർത്താവ് എന്നെ നയിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവ് എൻ്റെ ഇടയനാണ്. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ പിന്നാലെ അനുഗമിച്ചാൽ മതി. യേശുവിനെ നീ തള്ളിക്കളയരുത്. അത് നിന്റെ ജീവിതത്തിൽ ഉറച്ചൊരു മൂലക്കല്ലായിട്ട്, നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനക്കല്ലായിട്ട്, അതിന്മേലായിരിക്കണം നിന്റെ ജീവിതം മുന്നോട്ട് പോകുവാൻ. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. യേശു നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ കർത്താവ് നിന്നെ നയിക്കും. നിനക്കൊന്നിനും കുറവുണ്ടായില്ല. പച്ചയായ പുൽത്തകിടിന്മേൽ, അതായത് സമൃദ്ധി നൽകുന്ന പച്ച പരപ്പ് എന്ന് പറയുന്നത് സമൃദ്ധിയുടെയാണ്, ഫലം പുറപ്പെടുവിക്കുന്നതിന്റെയാണ്, അല്ല കുളിർമയേകുന്നതാണ്, ശാന്തിയുടെയാണ്, സമാധാനത്തിന്റെയാണ്. പച്ചയായ പുൽത്തകടിയിൽ അവിടെ നിന്ന് നിനക്ക് വിശ്രമമാരിടും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന്, അതായത് ദൈവം തമ്പുരാൻ പറയാണ്, ജലാശയം, പ്രശാന്തമായ ജലാശയം, ശാന്തതയുള്ളത്, മലിനമില്ലാത്ത ഒരു ജീവിതം, കണ്ണുനീരൊഴുക്കാത്ത ഒരു ജീവിതം, വേദനയില്ലാത്ത ഒരു ജീവിതം, സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഒരു ജീവിതം ഞാൻ നിനക്ക് തരാമെന്ന് ദൈവം തമ്പുരാൻ പറയുകയാണ്. അവിടുന്ന് നിനക്ക് ഇപ്പോഴത്തെ തളർച്ചയിൽ നിന്ന്, ഇപ്പോഴത്തെ തളർച്ചയിൽ നിന്ന് നിനക്ക് ദൈവം ഉന്മേഷം തരും. ദൈവത്തിന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ കൂടി നിന്നെ നയിക്കും, നീതി നടത്തി തരും. എവിടെയും നിന്റെ കേസുണ്ടായിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിലും ദൈവം നീതി നടത്തി തരും. ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവമേ നീതി നടത്തി തരണമേ. വിളിച്ചവനായ ദൈവമേ വഴികാട്ടണമേ. സത്യവാനായ ദൈവമേ സത്യം വെളിപ്പെടുത്തണമേ എന്ന് 3 വാക്കുകളെ എന്നെ ഓർക്കണമേ കർത്താവേ, എന്നെ ഓർക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നത്. അതായത് ആത്മഹത്യയുടെ ആ വക്കി വരെ വന്നിട്ടുണ്ടെങ്കിലും കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ കൂടെയുള്ളതിനാൽ നീ ഭയപ്പെടണ്ട. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. ഇത് ദൈവം തമ്പുരാൻ നിന്നെ നയിക്കുന്നുണ്ടെന്ന്. ദണ്ഡുണ്ട് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ, നിന്നെ വരച്ച് വരയില് കൊണ്ടുവരാൻ
ഊന്നുവടിയുണ്ട്, ഊന്നുവടി ഊന്നി നടക്കാനാണ്, ഒരു സപ്പോർട്ടിനാണ്. ആ വടിക്ക് ഒരു വളവുണ്ടെങ്കിൽ ഇടം വലം തിരിഞ്ഞു പോകുന്ന ആടുകളെ കഴുത്തിന് പിടിക്കാനായിട്ട് അത് നേരെ തിരിച്ചു പിടിച്ച് കഴുത്തിന് പിടിച്ച് നേർവഴി നയിക്കുന്ന ദൈവം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിന്നെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നതിന്റെ കാരണം ഇതാണ്. നീ വളഞ്ഞ വഴിയെ പോകുമ്പോൾ, വളഞ്ഞ ചിന്തകളിൽ പോകുമ്പോൾ, നിരാശയിൽ പോകുമ്പോൾ, ആ വളഞ്ഞ വടി കൊണ്ട് ഒരൊറ്റ പിടുത്തമുണ്ട്. ആ പിടുത്തത്തിൽ നീ ദൈവത്തെങ്കിലേക്ക് തിരിയണം. ആ പിടുത്തമാണ് നീ ഇന്ന്, ആ പിടിയിലാണ് നീ കിടക്കുന്നതെങ്കിൽ ദൈവത്തെങ്കിലേക്ക് തിരിയാൻ മടിക്കരുത്. മരണത്തിന്റെ താഴ്വരയിൽ കൂടിയാണ് ആത്മഹത്യ പ്രവണത വരെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് ജീവിക്കണ്ട, മരിച്ചാ മതി, ഇതാ നാളെ അവര് വരും, എന്റെ വീട് ജപ്തി ചെയ്യും, അല്ലെങ്കിൽ എന്നെ പിടിച്ചോണ്ട് പോകും. ആയിക്കോട്ടെ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ എന്തിനു ഭയപ്പെടണം? ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് നിനക്ക് വിരുന്നൊരുക്കും. നിന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. നീ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു അഭിഷേകം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. കർത്താവ് പറഞ്ഞു, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകും. നിന്റെ സമ്പത്ത് കവിഞ്ഞൊഴുകും. കടം വാങ്ങാൻ ഇടവരുത്തില്ല, കൊടുക്കുവാൻ സമൃദ്ധി നൽകും. നിന്റെ രോഗം മാറും, നിനക്ക് ആയുസ്സും ആരോഗ്യം തരും. യൗവനം പോലെ നിന്റെ ശരീരത്തെ ദൈവം പടുത്തുയർത്തും. കർത്താവാണ് നിന്നെ നയിക്കുന്നതെങ്കിൽ, കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവാണ് നിന്നെ നയിക്കുന്നെങ്കിൽ, നീ നയിക്കാൻ പോകുമ്പോഴാണ് വഞ്ചി മുങ്ങിപ്പോകുന്നത്, ജീവിതമാകുന്ന തോണി തകർന്നു പോകുന്നത്. വീണ്ടും കൊടുങ്കാറ്റ് ആഞ്ഞടിക്കും. അതുകൊണ്ട് നീ നയിക്കണ്ട, നീ നടത്തണ്ട, ദൈവം തമ്പുരാന് വിട്ടുകൊടുക്ക. ദൈവം തമ്പുരാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത നിനക്കെപ്പോഴും. അവിടുന്ന് നന്മയും കരുണയും നിന്റെ ജീവിതകാലം മുഴുവൻ നിന്നെ അനുഗ്രഹിക്കും. കർത്താവിന്റെ ആലയത്തിൽ നീ എന്നേക്കും വസിക്കും. കർത്താവിന്റെ സംരക്ഷണത്തിലായിരിക്കും നിന്റെ ജീവിതം. ജോഷുവ 1-5 വചനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവ് പറയാം, 1-5 വചനത്തിൽ പറയുകയാണ്. ഇവിടെ പറയുന്ന കർത്താവ് നിന്റെ പക്ഷത്തുണ്ട്, നീ എന്തിനാ ഭയപ്പെടുന്നത്? നമുക്കറിയാം, ഗിദെയോൻ ചോദിച്ചതുപോലെ, കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ട് എന്ന് ഗിദെയോൻ ചോദിച്ചു. ശത്രു സൈന്യം ഞങ്ങൾ അധ്വാനിക്കുന്നതെല്ലാം അവര് മുഴുവനും ഫലം എടുത്തോണ്ട് പോവുകയാണല്ലോ. കർത്താവ് ഞങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. കാര്യം അവന്റെ മിടുക്കും ധൈര്യവും കണ്ടിട്ടാണ് കർത്താവിന്റെ ദൂതനെ ഓക്കുമരത്തിന് ചുവട്ടില് വന്നിരുന്നുകൊണ്ട് അവനോട് പറയുകയാണ്, നീ ശക്തനും ധീരനുമാണെന്ന്. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നിനക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോഴവൻ ചോദിക്കുന്നത്, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഫലമെല്ലാം അവര് ശത്രു സൈന്യം കൊയ്തുകൊണ്ട് പോകുന്നത്? അതിന് അവന് കർത്താവിനോട് ഒരു അടയാളം ചോദിക്കുന്നുണ്ട്. ആ അടയാളത്തിലും അവന് ദൈവം തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടു. ആ അടയാളത്തിന് അവന് ദൈവം തമ്പുരാൻ ഒരു ശാന്തി കൊടുത്തു, സമാധാനം കൊടുത്തു. ഇവിടെ പറയാണ് ജോഷുവ 1:5 പറയാം, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു വിശ്വാസം എന്തുകൊണ്ട് പ്രാർത്ഥനയിൽ വന്നിരിക്കുന്നവരും വചനം കേൾക്കുന്നവർക്കും ഇല്ലാത്തത്? വചനം കേൾക്കുമ്പോൾ ഒരു തൻ്റെ ഇടം വരും. വചനം കേട്ട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ തൻ്റെ ഇടവും പോകും, എല്ലാം പിന്നെ പഴയ ചിന്തകളിലേക്ക് പോകുകയാണ്. അത് സാത്താനാണ്. വഴിയരികെ വീണ വിത്ത്, പാറമേൽ വീണ വിത്ത് എന്നൊക്കെ പറയുന്ന ഇങ്ങനെയുള്ളവരെയാ. കേൾക്കുമ്പോ ആ ഒരു സന്തോഷം, ആ ശരി ഞാൻ അങ്ങനെ തന്നെ നോക്കാം. ഒരല്പസമയം കഴിയുമ്പോ ആരുടെങ്കിലും ഒറ്റ ഫോൺ മതി, ഈ കേട്ട വചനവും ഇല്ല, ആ ശക്തിയില്ല, എല്ലാം ചോർന്നൊഴുകി പോകും. കർത്താവ് പറയാൻ, ഒരിക്കലും നിന്നെ ഞാൻ കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക. 6-ാമത്തെ വചനം പറയാ, ശക്തനും ഒരിക്കലും നിന്നെ ഞാൻ കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക. ഈ നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം അവകാശമായി വീതിച്ചു കൊടുക്കുന്നതിന് നീയാണ്. അടുത്ത വചനം പറയാണ്, 9-ാമത്തെ വചനം പറയാ, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുക, പരിഭ്രമിക്കുക ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിന്നോട് കൽപ്പിച്ചിട്ടില്ലേ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ പറയുന്ന ഭയപ്പെടണ്ട, നിന്റെ കൂടെയുണ്ട്. നീ എവിടെ പോയാലും നിന്റെ കൂടെയുണ്ട്. ഈ ഒരു വിശ്വാസത്തിൽ നമ്മൾ വന്നാൽ നമ്മുടെ കാര്യം ഈസി ആയിട്ട് നടക്കും. പക്ഷെ നമുക്ക് അതിനുള്ള ശക്തിയില്ല. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 1-28 വചനത്തിൽ ദൂതൻ വന്ന് മറിയത്തിന്റെ ഒക്കെ പറയുന്ന, മറിയമേ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഭയപ്പെടണ്ട മറിയമേ, നീ ഭയപ്പെടണ്ട എന്നും പറയുന്നുണ്ട്.
മറിയത്തോട് പോലും പറഞ്ഞു ഭയപ്പെടണ്ടാന്ന്, സക്രിയയോട് പറഞ്ഞു ഭയപ്പെടണ്ടാന്ന്. നമ്മളോടും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഭയപ്പെടണ്ട, കർത്താവ് നിന്റെ പക്ഷത്തുണ്ട്, നിന്റെ കൂടെയുണ്ടെന്നുള്ള ഒരൊറ്റ അടിയുറച്ച വിശ്വാസം മതി. വരുന്നിടത്ത് വെച്ച് കാണണം. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ എല്ലാം എടുത്ത് ദൂരെ കളയണം, പോയി പണി നോക്കാൻ പറയണം. അതാണ് നമ്മുടെയൊക്കെ ആ നിസ്സാരമായിട്ട് പോയി പണി നോക്കട്ടെ, വരുന്നിടത്ത് വെച്ച് കാണും എന്നുള്ള ആ ഉറച്ച തീരുമാനം. കർത്താവ് എന്റെ കൂടെ ഉണ്ട്, കർത്താവ് ഇടപെടും. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 19-ാമത്തെ വചനത്തില് എന്താ പറയുന്നത്? ഇതാണ് അങ്ങയുടെ വേലക്കാരൻ എന്നോട് ചെയ്തത്. പ്രിയമുള്ളവരെ, ജോസഫിന്റെ ഒക്കെ പറയുകയാണ്, 29-ാമത്തെ വചനത്തിലും പറയുന്നുണ്ട്, അവനെ ദൈവം തമ്പുരാൻ മോശയുടെ കൂടെ, അത് ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. 39-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനം പറയുന്നു, കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ഈജിപ്തുകാരനായ യജമാനൻ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. പൊട്ടക്കിണറ്റിൽ ഇട്ടപ്പോഴും സാധനം വിലയ്ക്ക് വാങ്ങുന്നവർക്ക് അവനെ വിറ്റപ്പോഴും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ അടച്ചപ്പോഴും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഭയം അറിഞ്ഞില്ല. ജോസഫിന്റെ കൂടെയും കർത്താവ് ഉണ്ടായിരുന്നു. 1 ശമൂവേൽ 3-ാം അധ്യായം 19-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇതാ ശമൂവേൽ വളർന്നു, കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വാക്കുകളിലും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. ഒരു വാക്കുകളിൽ പോലും വ്യർത്ഥത വന്നില്ല. പ്രിയമുള്ളവരെ, എല്ലാ പ്രവാചകന്മാരിൽ കൂടെയും എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവവിശ്വാസികളുടെയും കൂടെ കർത്താവുണ്ട്. കർത്താവാണ് നിന്നെ നയിക്കേണ്ടത്. നീ നയിക്കാൻ പോകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് കർത്താവ് നിന്നെ നയിക്കട്ടെ, കർത്താവ് നിന്റെ കാര്യങ്ങൾ ഇടപെടട്ടെ, കർത്താവ് നിന്നെ അനുദിനം നയിക്കും. നീ കർത്താവിനെ അനുഗമിച്ചാൽ മാത്രം മതി. കർത്താവ് പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കാനാ പറഞ്ഞത്. നീ മുന്നേ കയറാൻ പറഞ്ഞില്ല. നീ എടുത്തിയാടി ഒന്നും ചെയ്യണ്ട. നിന്റെ മുമ്പിൽ ഈശോ, നിന്റെ പിന്നിൽ പ്രശ്നം. നിന്റെ മുന്നിൽ ഈശോയും നിന്റെ പിന്നിൽ പ്രശ്നവും കിടന്നോട്ടെ. നിന്റെ മുന്നിൽ കൊണ്ടുവരരുത്. ഈശോയെ പിന്നിലേക്ക് വലിച്ചെറിയരുത്. ഈശോ മുന്നിലും നിന്റെ പ്രശ്നം പിന്നിലും ആക്കിക്കൊണ്ട് ഈശോയെ ഫോളോ ചെയ്യുക, ഈശോയെ അനുഗമിക്കുക. ഈശോ നിന്റെ ഇടയനാണ്, ഈശോ നിന്റെ വാതിലാണ്. ഈശോയുടെ വഴിയെ കൂടെ സഞ്ചരിക്കുക. ഈശോ നിനക്ക് വാതിൽ തുറന്നു തരും. നിനക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽമേടുകളിൽ കൂടി അവിടെ നിന്നെ നയിക്കും. സ്വസ്ഥത നൽകാനിരിക്കും. ഇപ്പൊ ഉറക്കമില്ല, സ്വസ്ഥതയില്ല, ഒരു തരത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതം കൈപ്പേറിയ ഒരു വിഷമല്ലേ? എന്തുകൊണ്ടാണ് ആ കൈപ്പേറിയ വിഷമായത്? കർത്താവാണ് നിന്നെ നയിക്കുന്നത്, കർത്താവാണ് നിന്നെ സൃഷ്ടിച്ചത്, കർത്താവിനൊരു പദ്ധതിയുണ്ട്. നീ ആ കർത്താവിൽ നിന്ന് അകന്നകന്നു പോകുന്നത് കൊണ്ടല്ലേ. അതുകൊണ്ട് കർത്താവ് എന്റെ പക്ഷത്തുണ്ട് എന്ന് ധൈര്യമായിട്ട് പറയണം. ഞാൻ എന്തിനു ഭയപ്പെടണം? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണ്, കർത്താവിന്റെ പ്രകാശമാണ്, കർത്താവിന്റെ രക്ഷയാണെന്ന് സങ്കീർത്തനം പറഞ്ഞ പോലെ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പോലെ, ഭയപ്പെടണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. മറിയമേ ഭയപ്പെടേണ്ട, ഇതാ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ജോസഫിന്റെ കൂടെ, അതാ ജോഷുവയുടെ കൂടെ, മോശയുടെ കൂടെ, എല്ലാ മക്കളുടെ കൂടെയും യേശു ഉണ്ട്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഈ ഒരു വിശ്വാസം നമ്മളെ ചൂഷണം ചെയ്യുന്നത് ഈ ദുഷ്ടപിശാചാണ്. അവൻ നമ്മുടെ വിശ്വാസത്തെ തകിടം മറിക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവവചനം കേൾക്കുന്നവരെ, ഭയപ്പെടേണ്ട, കർത്താവ് നിന്നെ നയിച്ചുകൊള്ളും. കർത്താവ് നിന്റെ പക്ഷത്തുണ്ട് എന്നുള്ള ആ ഉറച്ച വിശ്വാസം മതി. കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.